മലയാളം ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് നടി മേഘ്ന വിൻസെന്റ്. ചന്ദനമഴ എന്ന ഹിറ്റ് സീരിയലിലെ അമൃത എന്ന നായിക കഥാപാത്രമായി തിളങ്ങിയ മേഘ്നയ്ക്ക് ഒട്ടനവധി ആരാധകരാണ് ഉള്ളത്. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഏഷ്യനെറ്റിന്റെ മറ്റൊരു ഹിറ്റ് സീരിയലിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരം. സാന്ത്വനം 2 എന്ന ഹിറ്റ് സീരിയലിന്റെ കേന്ദ്ര കഥാപാത്രമായ ദേവിയെയാണ് ഇപ്പോൾ മേഘ്ന അവതരിപ്പിക്കുന്നത്. പതിവ് നമ്മൾ കണ്ടിട്ടുള്ള മരുമകൾ കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് മേഘ്നയുടേത്. എന്തോ മലയാളികൾക്ക് ഈ കഥാപാത്രത്തോടും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇഷ്ടം തോന്നി എന്നതാണ് സത്യം. ഈ കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? എന്താണ് ശരിക്കും ദേവി ഇങ്ങനെ എന്ന രീതിയിൽ ദേവിക്ക് കിളി പോയോ എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അത്തരത്തിൽ വളരെ വേറിട്ട ഒരു കഥാപാത്രം ചെയ്യുന്നതിന്റെ സന്തോഷത്തിലാണ് മേഘ്നയെങ്കിലും ഇപ്പോഴിതാ മേഘ്നയുടെ ചില പഴയ കാലത്തിലേക്ക് സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകൾ എത്തുകയാണ്. ചില പഴയ കഥകൾ കുത്തിപ്പൊക്കുകയാണ് പലരും. മേഘ്നയുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ച ചില താളപ്പിഴകളാണ് വീണ്ടും ചർച്ചയാവുന്നത്. മേഘ്നയുടെ ദാമ്പത്യ ജീവിതത്തിൽ അന്ന് സംഭവിച്ച തീരാവേദനകൾ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു. ഒപ്പം മറ്റൊരു പ്രമുഖ നടി മേഘ്നയെ പറ്റി പറഞ്ഞ ചില വാർത്തകളും ഇപ്പോഴിതാ വീണ്ടും കുത്തിപ്പൊക്കപ്പെടുന്നുണ്ട്. ഒരു സീരിയലിൽ മേഘ്നയ്ക്കൊപ്പം അഭിനയിച്ചപ്പോൾ താരത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സമീപനവും സ്വഭാവവും കണ്ടുവെന്നാണ് ഈ നടി പ്രതികരിച്ചിരിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും മേഘ്നയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും വളരെ ബോൾഡായി വളരെ ശക്തമായി ഇത്തരം വിമർശനങ്ങളെ നേരിടുന്നുമുണ്ട് താരം. നമ്മൾ പോയി വാക്കാലം നിങ്ങൾ എങ്ങനെ വേണ്ടതാക്കും. ഫിനാൻഷ്യൽ എന്നൊരു ഏരിയയില് ചൂഷണം ചെയ്യപ്പെടാൻ നിന്ന് കൊടുത്താൽ അത് ചൂഷണമായി. നിങ്ങൾ എന്തിനത് പോയി? നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നത് നമ്മൾ താങ്ങാൻ പറ്റാത്തടുത്ത് പോയി കഴിഞ്ഞിട്ട് അബദ്ധത്തിലേക്ക് പൊട്ടിട്ട് പോയി തൂങ്ങി മരിക്കുന്നതിനേക്കാളും ഭേദം അതിന് പോകാതിരിക്കുകയല്ലേ. ഇന്നൊരു അനുഭവം എനിക്കുണ്ടായി. ഉപദേശിച്ച് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്തെങ്കിലും അങ്ങനത്തെ ഓർമ്മ വരികയാണെങ്കിൽ പാതിരാത്രിയല്ലേ എന്നെ വിളിച്ചോളൂ, ഞാൻ ഫോൺ ഓഫ് ചെയ്യില്ലാട്ടാന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞല്ല. അപ്പൊ നമുക്കത് സംസാരിക്കാനും നമ്മൾ പോയി ഇടപെടാനും ഒരു അവസരം അല്ലേ. നിങ്ങൾ ചെയ്ത മണ്ടത്തരമാണ്. പക്ഷെ എന്നാലും നമ്മൾ ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്ത് തിരിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനു മുന്നേ നമ്മൾ പ്രവർത്തിക്കണ്ടേ വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. ഈ ചൂഷണത്തിന് പോകുമ്പോൾ ജിയ ചേച്ചി ജെനുവിനാണ്, ചേച്ചി കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. മരിക്കുന്ന മുമ്പെങ്കിലും നമ്മൾ കൊടുത്തിരിക്കും. ഇല്ലാഞ്ഞിട്ടാണ് കൊടുക്കാത്തത്. ഉണ്ടെങ്കിൽ കൊടുക്കുന്നതാണെന്ന് ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലാണ്ട് ഈ പെട്ട് നീ എന്തിനു പെടാൻ പോയി? എൻ്റെ കുടുംബത്തിൽ പ്രശ്നമാണ്, അവർ പ്രശ്നമാക്കുന്നു, ഇവിടെ പ്രശ്നമാക്കുന്നു. അത് നീ ചെയ്തിട്ടല്ലേ മോനെ അല്ലേ മോളെ. ഇനി നീ എന്തിനു നമ്മളോട് പറയുന്നത്? എന്നിട്ടും നമ്മൾ പ്രവർത്തിക്കുക, അവരോടൊപ്പം നിൽക്കുക. നമ്മൾ നല്ലവരായിട്ടല്ല, നമ്മളെ വാക്കുകൊണ്ടും നമ്മളെ ജെന്യൂൻ ആയിട്ടുള്ള പ്രവർത്തനം കൊണ്ടും അവർക്ക് അങ്ങനെ ഒരു സംഭവം നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്നുള്ള ഒരു പ്രവർത്തനം തുടങ്ങുക. ഒരു വലിയ പരിധി വരെ ഈ സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. മെയിൽ ഓർ ഫീമെയിൽ എന്ന് നമ്മൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണ്ട. പക്ഷെ ആ സ്റ്റാർഡം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ വ്യക്തികൾക്ക് ഈ സ്റ്റാർസിനോടുള്ള ഒരു ആരാധന അത് കുറേയൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ആരാധനയോടുകൂടി ഒരാളെ പരിചയപ്പെടാനും അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, അത് ഉണ്ടാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടാക്കിയെടുക്കുന്ന ഫ്രണ്ട്ഷിപ്പിൽ നിന്നും പിന്നീട് അതൊരു ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും അല്ലാതെയുള്ള ചൂഷണങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പേഴ്സണലി അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ഒരുപാട് പെട്ടുപോകുന്നുണ്ട്. അത് ഈ സ്റ്റാർഡം യൂസ് ചെയ്തിട്ട് തന്നെയല്ലേ? എന്റെ മകൻ അഡ്വക്കേറ്റാ. ഞാൻ എൻ്റെ മകനോട് പറയാത്ത കാര്യങ്ങളില്ല. മനസ്സിലായില്ലേ? എൻ്റെ മകനോട് പറയാത്ത കാര്യങ്ങളില്ല. ഒരു ദിവസം ഞാൻ തന്നെ എൻ്റെ മകനോട് പറയാം എൻ്റെ മെസ്സഞ്ചറിൽ വരുന്ന മെസ്സേജുകളെന്ന്. കാരണം പറയുന്നത് ആരാധനയാ. മനസ്സിലായില്ലേ? ഈ അച്ചമ്മ ക്യാരക്ടർ വന്നിട്ട് പോലും ആരാധന. പക്ഷേ അല്ലാതെയുള്ള ഇതുപോലുള്ള ഫോട്ടോസോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇതാണോ ഈ അച്ചമ്മ? അതായത് മേക്കപ്പ് മാത്രമല്ലേ, പിന്നെ വിഡോ ആയതിനു ശേഷമുള്ള ഇത്. അപ്പം നമുക്ക് വരുന്ന മെസ്സേജുകള്, വോയിസ് മെസ്സേജ്, കമന്റ്, പ്രേമം, ഇതൊക്കെ. അപ്പൊ ഈ കൊച്ചു പെമ്പിള്ളേർ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടാവും? ഇതൊക്കെ ആർട്ടിസ്റ്റായിട്ട് ഇരുന്നോണ്ട് കൊണ്ട് മാത്രമല്ല, അല്ലാതെ ഉള്ളിടത്തും ഉണ്ട്. പ്രായമല്ല, ഒറ്റക്കാണോ? ഓ അപ്പ വരും വാല് പൊക്കിയിട്ട് ഓരോരുത്തർ. എന്തിനാ അതിന് പോണത്?
പക്ഷെ ഈ പറഞ്ഞ പോലെ എന്തിനു പോകണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോൾഡ് ആണ് എന്ന് നമ്മൾ ധരിക്കപ്പെടുന്ന ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. തല്ലുകൊള്ളാത്തതിന്റെ കുഴപ്പമൊക്കെ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചെല്ലുമ്പോ പെൺകുട്ടികളെ, ഇപ്പം നമ്മള് പേരെടുത്ത് പറയാനാണെങ്കിൽ തന്നെ ഒരുപാട് പേരുടെ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് വേണ്ട, പേര് പറയണ്ട. ഞാനൊരു കാര്യം പറയാം. ഈ പുറത്തുള്ള ആളുകള് പെൺകുട്ടികളെ ആരാധിച്ച് മൂത്തിട്ട് ഓരോരുത്തന്മാര് ഈ പെൺകുട്ടികൾ സാമർത്ഥ്യത്തിൽ പണം അടിച്ചു മാറ്റുന്ന കുട്ടികളുണ്ട്. പെൺകുട്ടികൾ വേഗം കൊടുക്കും കേട്ടോ, കൊടുക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു നോ, എനിക്ക് കുറച്ച്, അതായത് ഇന്നലെ മെനഞ്ഞാന്നോ മറ്റൊരാൾ വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ഒരാളുടെ 1.25 ലക്ഷം രൂപ അടിച്ചു മാറ്റി. ലക്ഷം, ഓക്കെ, 5000 രൂപ ചോദിച്ചാൽ കൊടുക്കാത്ത ആളുകൾ 1.25 ലക്ഷം രൂപ അടിച്ചു മാറ്റി. ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അവള് അങ്ങനെ പറയുന്നു, ചേച്ചി ഇങ്ങനെ പറയുന്നു. ഞാൻ അവള് കൊടുക്കുമ്പോ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ, കൊടുക്കുമ്പോ അസോസിയേഷൻ അറിയില്ലല്ലോ, അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മളോട് പറയരുത്. സംഭവിക്കുന്നുണ്ടല്ലോ, അതായത് പുരുഷന്മാർ സ്ത്രീകളുടെ ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള ആരാധന, സ്നേഹം, ഒരു പക്ഷെ പ്രണയം അതൊന്നും ഇല്ലെങ്കിൽ പോലും ചിലവർ പക്ഷെ നീ എന്റെ നല്ല ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നല്ലൊരു സഹോദരിയെ പോലെയാണെന്ന് കൊണ്ടുവരികയും പിന്നെ അങ്ങോട്ട് ദാരിദ്ര്യം പറയുകയും പൈസ എന്ന് മാത്രമല്ല എല്ലാ രീതിയിലും അവരെന്തൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാൻ പറ്റും. ഇപ്പം ഫിനാൻഷ്യലി ആണ് നമുക്ക് ഏറ്റവും മെൻഷൻ ചെയ്യാൻ പറ്റുന്നത്. ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് വരെ ആൾക്കാർ സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും മിസ്യൂസ് തന്നെയല്ലേ? മിസ്യൂസ് അല്ല, മണ്ടത്തരം, പൊട്ടത്തരം. എന്താ പറയാ, അവരവരെ കുടുംബത്തിന് യൂസ് ചെയ്യേണ്ട കാര്യം, മക്കൾക്ക് യൂസ് ചെയ്യേണ്ട കാര്യം എന്തിന് ഇതിന് പോകുന്നത്, എന്തിന് ഫ്രണ്ട്ഷിപ്പിന് പോകുന്നത്, എന്തിന് ലവ് അഫെയറിൽ പോയി പെടുന്നത്, എന്നിട്ട് കൊടുക്കണത്, അത് കഴിഞ്ഞിട്ട് പെട്ടുപെടും. ഞാൻ വെറുതെ തമാശ പറയും, ഈ ലോകമേ ഇങ്ങനെയാണ്, ആണും പെണ്ണും ഉള്ളിടത്ത് എല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ളവർ അതിനായിട്ട് പോയിട്ട് അതിന്റെ കാര്യങ്ങൾ നടത്തി നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. കുടുംബം നശിപ്പിക്കല്ലേ. സ്വന്തം, ഞാൻ പറയട്ടെ, ഇൻഡസ്ട്രിയിലുള്ള ഇവർക്ക് നമുക്ക് ഫ്രണ്ട്ഷിപ്പ്, നമുക്ക് കുറേ ആളുകളുടെ ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പം നമ്മളിപ്പോൾ വേറൊരു ജോലിയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഇപ്പം അൺടൈമായി നമ്മളിവിടെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഇപ്പം നമ്മളെ വീട്ടുകാർക്കറിയാം ഇവിടെ ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. ഇതൊന്നും അറിയാത്ത ചില ഭാര്യമാർ വീട്ടിലുണ്ട്, ഡയറക്ടർമാരുടെയും സ്ക്രിപ്റ്റ് റൈറ്റർമാരുടെയും കൺട്രോളർമാരുടെയും ഒക്കെ ഭാര്യമാർ. അവർക്കൊന്നും അറിയത്തില്ല. എന്തിനാ അവരെ വേദനിപ്പിക്കുന്നത്? ദേ ആർട്ടിസ്റ്റുകളും ഇൻഡസ്ട്രിയിലുള്ള ഭർത്താവാണെന്ന് നിങ്ങൾക്കറിയാം, അൺ ടൈമാണ്, അവർക്ക് ടൈമിന് ചില നേരം ടൈമിന് വർക്ക് തീരത്തില്ല എന്ന്. പക്ഷെ അല്ലാത്തവരുണ്ടല്ലോ, അവിടെ നമുക്ക് ആ ജെന്യുവിൻ ഫ്രണ്ട്ഷിപ്പ്, ജെന്യുവിൻ ലവ്, എഫെയർ, ഇതൊക്കെ നമുക്ക് കിട്ടും ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും. ഇതറിയാത്തവർ, അവരെ നമ്മൾ ജെന്യുവിനായിട്ടൊന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിച്ച് നോക്കിയേ, പണമേ കുറവുണ്ടാവുള്ളൂ. ആ ഒരു സിൻസിയാരിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് കൊണ്ട് നടന്നു നോക്കിയേ, നമ്മൾ കിടന്നാലും അവരേ ഉണ്ടാവുള്ളൂ, ഈ പറയുന്ന പബ്ലിക് ഉണ്ടാവില്ല. അത് ആണായാലും പെണ്ണായാലും പഠിക്കണം. നമുക്ക് നാളെ ഒരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഭർത്താവ്, നമ്മളെ മക്കള്, നമ്മളെ മരുമക്കള്, നമ്മളെ മരുമകള്, ഇതൊക്കെ ഉണ്ടാവുള്ളൂ, നമ്മളെ കുഞ്ഞുമക്കളും. ഇപ്പൊ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ വേറൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നത് അവസരങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല, അങ്ങനെ കീപ്പ് ചെയ്ത കുറെ പേര് നമുക്കറിയാലോ. പക്ഷെ എന്ന് കരുതിയിട്ട് ഭാര്യയും കുട്ടിയുള്ളവൻ എന്നെ സൂക്ഷിച്ച് എന്നെ ജീവിപ്പിക്കണം, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ നിങ്ങളുടെ ഇതായിട്ട് എന്നെ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരം. പക്ഷെ ഈ മണ്ടത്തരം തന്നെയല്ലേ ഒരുപാട് പേര് കാണിക്കുന്നുണ്ട്. അങ്ങനെ പോകരുത്. നീ അവനെ രക്ഷപ്പെടുത്തിയിട്ട് നിങ്ങൾ ജീവിച്ചു പോ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്. ഇപ്പൊ ഞാനിപ്പോ ഇതിപ്പോ നമ്മൾ പറഞ്ഞു വന്ന സ്ഥിതിക്ക് അമ്പിളിയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല, ചേച്ചി ഇപ്പൊ എല്ലാരും കണ്ട കാര്യം തന്നെയാണ്. എനിക്ക് അമ്പിളി എന്റെ മോളാ. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തോ, അല്ലെങ്കിൽ പിണക്കം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. അമ്പിളി ഞാനും തമ്മിൽ ഒരു പണക്കും ഇല്ലായിരുന്നു. യൂട്യൂബർ ഉണ്ടാക്കിയതല്ലേ, ഒന്നുമില്ല, ഒരു വസ്തുവില്ല. അമ്പിളിയോട് ചോദിച്ചാൽ നോക്കറിയാം. അമ്പിളി രണ്ടാമതും എനിക്കൊന്ന് കോവിഡിന് ശേഷം ഒരു ഷോർട്ട് ഫിലിമാണ് നമ്മൾ ഒരുമിച്ച് ചെയ്തത്. അവിടെ വന്നപ്പോൾ കെട്ടിപ്പിടിക്കായിരുന്നു ഞങ്ങൾ രണ്ടാളും. അറിയാ, ഞങ്ങൾ അമ്പിളിയാണെന്ന് ഹീറോയിൻ എന്ന് പറഞ്ഞ സമയത്ത് കാണാൻ ആ ദിവസം വരാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ലൊക്കേഷനിൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആന്റി എന്ന് പറഞ്ഞ് കെട്ടി അങ്ങ് പിടിച്ച്, അവളും കരഞ്ഞു, ഞാനും കരഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ എന്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുന്നുണ്ട്. ഇപ്പം ഈ ജനുവരി 1-ന് അതൊരു വൈറലാവും കേട്ടോ. ഈ ജനുവരി 1-ന് കലാഭവൻ മണി സേവന സമിതിന്റെ അവാർഡ് നൈറ്റ്, ആ അവാർഡ് നൈറ്റില് ശ്യാമാംബരം എന്ന് പറഞ്ഞ സീരിയലില് ആദിത്യൻ അവാർഡ് ഞാൻ കൊടുത്തു.
അവിടെ വന്നവരെല്ലാം ഞെട്ടിപ്പോയി. നിങ്ങൾ തമ്മിൽ സ്നേഹമാണോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ പിണക്കമാണെന്ന് നിങ്ങൾ ഉണ്ടാക്കി. അവന് ദേഷ്യം വന്നപ്പോ പറഞ്ഞു, നമ്മളെ വീട്ടിലെ മക്കളായാലും പറയില്ലേ. പക്ഷേ എനിക്കൊറ്റ ജീവിതമേ ഉള്ളൂ. നാളെ ഞാനുണ്ടോ എന്ന് ഭഗവാൻ തീരുമാനിച്ചതാ, എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പറ്റുമോ? നാളെ നേരം വെളുക്കുമ്പോ ജീജ ഉണ്ടോന്ന് ജീജക്ക് അറിയില്ല, ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്ന ആ നിമിഷത്തിൽ ഞാൻ എല്ലാവരുമായിട്ടും ഒറ്റ സ്നേഹമേ എനിക്കുള്ളൂ. അത് എന്നെ പറഞ്ഞവരോടായാലും ശരി, എന്നെ തെറി വിളിച്ചവരായാലും ശരി, എന്നെ എനിക്ക് കല്ലെറിഞ്ഞവരായാലും ശരി, ഞാൻ അത് ക്ലിയർ ചെയ്തിട്ടേ പോളൂ. ഞാൻ ചെയ്തു. നീ അടുത്ത ഇന്റർവ്യൂ നിങ്ങൾ ആദിത്യനെ വിളിച്ചെടുക്കും, അപ്പൊ ആദിത്യൻ പറയും. ഓൺ ദാറ്റ് നോട്ട്, ഒരുപാട് പേരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് ഉണ്ടാവട്ടെ. ചേച്ചീനെ ആ ഒരു സംരംഭത്തിൽ സഹായിക്കാൻ ഒരുപാട് പേര് കൂടെ ചേരട്ടെ. അതേപോലെ തന്നെ എന്നും ബോൾഡായിട്ട് എപ്പോഴും ഉള്ളതുപോലെ തന്നെ സ്മാർട്ടായിട്ട് ഞാൻ കാണുന്ന ഒരു എനർജി ഉണ്ട് എപ്പോഴും. അങ്ങനെ മോസ്റ്റ് എനർജറ്റിക് ആയിട്ട് എപ്പോഴും നടക്കാൻ സാധിക്കട്ടെ. ഇന്ന് അപ്പൊ നമ്മുടെ വയസ്സ് എത്രയെന്ന് അറിയോ? എനർജിയിൽ പറയുന്നുണ്ട്. അതേം പറയട്ടെ. വയസ്സ് ഒന്ന് പറ, ഒന്ന് പറ. കണ്ടു കഴിഞ്ഞാലൊരു 40. അയ്യോ എന്റെ അമ്മ, 60 കഴിഞ്ഞിട്ടേ വർഷം അത് പറയുന്നില്ല. ബാക്കി നമ്മൾ ഗസ് ചെയ്യാം. എന്റെ 60 വയസ്സ് കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. അപ്പോഴോ ദൈവം അതിനെ എത്ര കൊണ്ടുപോകുന്ന അറിയില്ല. ഇങ്ങനെയൊക്കെ പോട്ടെ, അത്രേ ഉള്ളൂ. ഒരുപാട് കാലം കൊണ്ടുപോകട്ടെ ദൈവം. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരട്ടെ. അത് മാത്രം മതി. ആരോഗ്യം തന്നാ മതി. പ്രായം എങ്ങനെ പോട്ടെ, ആരോഗ്യം തരിക ഭഗവാനെ. ഈ എല്ലാ വർഷവും ഇങ്ങനെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. ഈ ഞാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, സത്യം ആരെങ്കിലും അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിക്കോ. അപ്പൊ നമ്മുടെ യൂസഫ് അലി സാർക്ക് ഈ വീഡിയോ എത്തട്ടെ എന്ന വിഷയമാണ് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിലേക്ക്. പുള്ളിക്ക് ശല്യമായിട്ട് വരും, പക്ഷെ എനിക്ക് കാശായിട്ട് വേണ്ട. സത്യമായിട്ടും കാശ് എനിക്ക് കണ്ടാൽ മാത്രം മതി. എനിക്ക് കാശ് വേണ്ട, ബാക്കി ഞാൻ അവിടെ പറഞ്ഞോളാം. കാശേ വേണ്ട, അതിനാന്ന് കരുതി എത്തിക്കാതിരിക്കരുത്. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കാണാനുള്ള അവസരം കിട്ടട്ടെ, അല്ലെങ്കിൽ അതേപോലെ സഹായിക്കാൻ പറ്റുന്ന ഒരാൾ ആരെങ്കിലും വരട്ടെ ഇതിനു വേണ്ടിയിട്ട്. എനിക്ക് ഇങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള പാരന്റ്സിന്റെ ചിരി കാണണം, കരയരുത് അവര്. എനിക്ക് അത് ചെയ്തു കൊടുത്തിട്ട് ഞാൻ പോയാലും ദൈവം എന്നെ കൊണ്ടുപോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ.